ഹായ്. കഴിഞ്ഞൊരു ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു കേട്ടോ. ആ കമൻറ്റിൽ ഇങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്, അജിയ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ലോക്കൽസായിട്ട് കൂളായിട്ട് സംസാരിക്കുന്നത്, അവരോട്ട് എങ്ങനെ എത്രയും അറ്റാച്ച്മെൻ്റ് ആകുന്നതെന്നൊക്കെ ചോദിച്ചു പെട്ടെന്ന്. സോ അതിനെനിക്കൊരു റിപ്ലൈ തരണമെന്ന് തോന്നി കേട്ടോ. സോ അങ്ങനെയാണ്. താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ആക്ച്വലി എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. സോ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊരു എക്സ്ട്രോവേർട്ടായിട്ടുള്ളൊരു ആളാണ്. എക്സ്ട്രോവേർട്ട് ക്യാരക്ടറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനാണെങ്കിലിപ്പം ഞാൻ കെനിയയിൽ താമസിക്കുന്നുണ്ട്. 2 വീക്സ്, ഇതെൻ്റെ 3rd വീക്കാട്ടോ കെനിയയിൽ. പക്ഷേ നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഷോപ്പിലുള്ള ആൾക്കാരൊക്കെ എനിക്കറിയാം. ഞാൻ അതുവഴിയൊക്കെ പോകുന്ന സമയത്ത് ഹായൊക്കെ പറഞ്ഞ് എന്നോട് സുഖമാണെന്ന് ചോദിച്ച് ഒരു ഹായ് ഫൈ ഒക്കെ തന്നിട്ടാണ് ഞങ്ങൾ ഒരു സൗഹൃദ സംഭാഷണം നമ്മൾ നടത്തിയിട്ടാണ് നമ്മൾ പോകാറുള്ളത്. സോ അപ്പോഴാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ കമൻറ്റിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് എക്സ്ട്രോവേർട്ടാണ്. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാലും ഞാൻ അങ്ങോട്ട് ഹൗ ആർ യു, എന്താണ് വിശേഷം എന്ന് ഞാൻ അങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഞാൻ അങ്ങോട്ട് ചിരിക്കാറുണ്ട്. പിന്നെ ആഫ്രിക്കയിൽ കൂടുതലും ഈ താങ്ക് യു, ഹായ്, ഹൗ ആർ യു, ഗ്രീറ്റിങ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് എന്നെ കാണുമ്പോഴേ അറിയാം ഞാനൊരു ആഫ്രിക്കൻ അല്ല എന്നുള്ളത്, എന്തോ ഒരു മിക്സ്ഡോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഒരു ഫോറിനർ ആണെന്നുള്ള കാര്യം അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവർക്കൊരു ക്യൂരിയസ് ആയിരിക്കും, ഓ ഒരു ഫോറിനർ ഹായ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്ക് എന്നോടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണമാണ് ഞാനെപ്പോഴും അങ്ങോട്ട് പോയി സംസാരിക്കുക, അവരോട് അവർ സന്തോഷമായിട്ടിരിക്കുന്നു, എന്തായിരുന്നു വിശേഷം കാര്യങ്ങൾ. ഇപ്പം നമുക്ക് ഇത്തിരി നേരത്തെ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ വിശേഷങ്ങൾ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്കൊരു സ്നേഹം നമുക്കുണ്ടാവും. സോ അതാണെന്ന് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി. പിന്നെ ഞാൻ വേറൊരു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ സ്ട്രേഞ്ചേഴ്സിനോട് ഞാൻ കുറച്ച് പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരാളാണ്, നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയൊക്കെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പാവമാണ്. സ്നേഹാന്വേഷണമൊക്കെ നടത്തുന്ന സമയത്ത് അവർക്കത് ഭയങ്കര സ്നേഹമാട്ടോ, ഭയങ്കര സന്തോഷമാണ് അവർക്ക്. അപ്പോൾ അതിലാണ് ഞാൻ കൂടുതലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഞാൻ ബിൽഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ഇതാണ് എനിക്ക് ആ ഉത്തരമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ എന്നെയും ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് ഇറ്റ് ഇൻ കമൻറ്റ് ബിലോ. ഐ ഹാപ്പി ടു റീഡ് ഇറ്റ്. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.